ياسين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഒരിക്കലും പിഴക്കാത്ത, തെറ്റാത്ത അള്ളാഹുവിൻ്റെ വഹി, നമ്മുടെ റബ്ബിൻ്റെ കലാം, അത് പഠിക്കാൻ ഒരുമിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അറിവിൻ്റെ വലിപ്പവും മഹത്വവും ശ്രേഷ്ഠതയും ഒന്നും നമ്മൾ അളക്കുന്നതോ കണക്കുകൂട്ടുന്നതോ തൂക്കി നോക്കുന്നതോ ഒന്നും അല്ല. അതിൻ്റെ കനം അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഉദ്ധരണി ശ്രദ്ധിക്കുക. അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരിക്കലും തുല്യമാവുകയില്ല എന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ് അത്. ഷെയ്ത്താന്മാർ അവരുടെ നേതാവ്, ലീഡർ ഇബ്ലീസിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ സയ്യിദന, ഞങ്ങളുടെ നേതാവേ, മാലന നറാക തഫ്റഹു ബിമൗതിൽ ആലിമി മാലാ തഫ്റഹു ബിമൗതിൽ ആബിദി. ഒരു ആബിദ്, അള്ളാഹുവിന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന, രാവും പകലൊക്കെ ആരാധനയിൽ കഴിയുന്ന ഒരാൾ, അയാൾ മരിക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത സന്തോഷമാണല്ലോ ഒരു ആലിമ് മരിക്കുമ്പോൾ, അറിവുള്ള ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളത്. എന്താണ് അതിൻ്റെ കാരണം? ഇത്രയൊക്കെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾ അത്ര സന്തോഷിക്കുന്നില്ല, പക്ഷെ ഒരു ആലിമ് മരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ നിങ്ങൾ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ഇബ്ലീസ് അവൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അങ്ങനെ അവർ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് കഴിയുന്ന ഒരാളുടെ അടുക്കൽ ചെല്ലുകയാണ്. അയാളോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നിട്ട് ഇബ്ലീസ് അയാളോട് ചോദിക്കുകയാണ്, ഹൽ യഖ്ദിറു റബ്ബുക അൻ യജ്അല ദുനിയ ഫീ ജൗഫി ബൈദത്തിൻ. അള്ളാഹുവിന് ഈ ദുനിയാവ് മുഴുവൻ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കോഴിമുട്ടയുടെ ഉള്ളിലാക്കാൻ പറ്റുമോ? അപ്പോൾ ആ ആബിദായ മനുഷ്യൻ പറഞ്ഞു, അത് അള്ളാഹുവിന് കഴിയില്ല. ഇല്ല, കാരണം അയാളുടെ ആ ഒരു അറിവ് വെച്ചിട്ടും ബുദ്ധി വെച്ചിട്ടും അയാൾ പറഞ്ഞത് അള്ളാഹുവിന് അത് കഴിയൂല എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇബ്ലീസ് അവൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ആ തറൗനഹു, നിങ്ങൾ അയാളെ കണ്ടില്ലേ? അയാൾ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? കഫറ ഫീ സഅത്തിൻ. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അയാൾ കുഫ്റിലായത്. എന്നിട്ട് ഇവർ ആലിമായ ഒരാളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നിട്ട് ആബിദായ മനുഷ്യനോട് എന്ത് ചോദ്യമാണോ ചോദിച്ചത്, അതേ ചോദ്യം ഈ ആലിമായ ആളോടും ചോദിക്കുകയാണ്. ഈ ദുനിയാവ് മുഴുവൻ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമോ? അതിൻ്റെ ഉള്ളിലേക്കാക്കാൻ പറ്റുമോ? അപ്പോൾ ആലിമായ മനുഷ്യൻ ഒരു സംശയമില്ലാതെ പറഞ്ഞു, നഅം, അള്ളാഹുവിന് അത് കഴിയും. കൈഫ്, എങ്ങനെയാണ് അള്ളാഹുവിന് അത് പറ്റുക? യഖൂലു ലിദാലിക ഇദാ അറാദ കുൻ ഫയകൂൻ. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കുൻ, ഉണ്ടാക്, അങ്ങനെ ആകുന്ന് പറയും, ഫയക്കൂൻ, അപ്പോൾ അതങ്ങനെ ആകും എന്നാണ് ആലിമായ മനുഷ്യൻ അവർക്ക് കൊടുത്ത ഉത്തരം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് ആലിമും ആബിദും തമ്മിലുള്ള മാറ്റം. അപ്പോൾ അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരിക്കലും തുല്യമാവുകയില്ല, ഒരിക്കലും സമമാവുകയില്ല. അറിവിന് വേണ്ടിയിട്ട് നമ്മൾ മാറിയിരിക്കുന്ന സമയവും നമ്മൾ നടത്തുന്ന പരിശ്രമവും നമ്മുടെ എഫേർട്ടൊന്നും ഒരിക്കലും വെറുതെയാവുകയില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് ഏറ്റവും വലിയ ഇബാദത്താണ്. അറിവ് പഠിക്കൽ വേറെ, ഇബാദത്ത് ചെയ്യൽ വേറെ എന്ന് നമ്മൾ വിചാരിക്കരുത്. അറിവ് പഠിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ ഇബാദത്താണ്. ആ പുണ്യവും കൂലിയും കൊതിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദർസും കേൾക്കേണ്ടത്, പഠിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീനിലൂടെയാണ് നമ്മൾ നിലവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11 ആയത്തുകളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഇനി 12-ാമത്തെ ആയത്താണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം ആ 12-ാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക.
أعوذ بالله من الشيطان الرجيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام മുബീൻ. നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട, നമുക്ക് ഊർജവും ഉന്മേഷവും നൽകേണ്ട, മുന്നോട്ടുള്ള യാത്രയിൽ പാതയങ്ങൾ ഒരുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആയത്താണ് സൂറത്തു യാസീനിലെ 12-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്? ആദ്യം ആ ആയത്തിൻ്റെ വാക്കർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായിട്ടും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. ഇന്നാ, തീർച്ചയായും നാം. ശരിക്കും അതൊരു ബഹുവചന രീതിയാണ്. എന്നാൽ അള്ളാഹുവിനെ പറ്റിയിട്ട് അള്ളാഹു അങ്ങനെ ബഹുവചന രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് ആദരവിന് വേണ്ടിയിട്ടാണ്, തഅദീമിന് വേണ്ടിയിട്ടാണ്. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അതും ബഹുവചന രൂപത്തിലുള്ള പ്രയോഗമാണ്. പക്ഷേ അവിടെ നഹ്നു എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയിട്ടാകുമ്പോൾ ആ ഒരു ബഹുമാനവും ആദരവുമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ശരിക്ക് ഇന്നാ നുഹ്യിൽ മൗത എന്ന് പറഞ്ഞാൽ തന്നെ ആ സെൻറ്റൻസ് ഓക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നഹ്നു എന്ന് വീണ്ടും പറയാനുള്ള കാരണം, അതൊന്നും കൂടി ഉറപ്പിക്കുകയാണ്. ലിത്തഖ്സീസ്, പ്രത്യേകമാക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അവിടെ ശരിക്കും ആ നഹ്നു എന്ന് വന്നിട്ടില്ല എങ്കിലും ആ സെൻറ്റൻസ് ഓക്കെയാണ്. പക്ഷെ വീണ്ടും നഹ്നു എന്ന് പറയാനുള്ള കാരണം അത് നാം തന്നെയാണ്, നാം മാത്രമാണ്. ലിത്തഖ്സീസ്, പ്രത്യേകമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ നാം തന്നെയാണ്, നാം മാത്രമാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. അഹ്യ യുഹ്യി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക എന്നാണ് അർത്ഥം. അൽ മൗത എന്ന് പറഞ്ഞാൽ ജംഉ മയ്യിത്തിൻ, മയ്യിത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് മരണപ്പെട്ടവർ എന്നാണ് അൽ മൗത എന്ന പദത്തിൻ്റെ അർത്ഥം. ശേഷം അള്ളാഹു പറയുകയാണ് വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. കതബ യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം. കതബ എന്ന് പറഞ്ഞാൽ എഴുതി, യക്തുബു എഴുതുന്നു, കിതാബത്ത് എഴുതൽ. വനക്തുബു നാം എഴുതി വെക്കുന്നതാണ്. മാ ഒന്ന്, എന്താണ് അള്ളാഹു എഴുതി വെക്കുന്ന ഒന്ന്? ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തത്. ഖദ്ദമ യുഖദ്ദിമു എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്യുക എന്നതാണ് അർത്ഥം. വ ആസാറഹും, അസറുൻ എന്നതിൻ്റെ ജം ആണ് ആസാർ. ആസാർ എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ എന്ന അർത്ഥത്തിലാണ്. വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും. അഹ്സൈനാഹു, അഹ്സ യുഹ്സി എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തുക, രേഖപ്പെടുത്തുക, കണക്കാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഫി ഇമാമിൻ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ ഒരു മൂലരേഖയിൽ, കേന്ദ്ര ഗ്രന്ഥത്തിൽ. ഇമാം എന്ന പദത്തിന് ഇവിടെ മൂലരേഖ എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം, തഫ്സീർ പറയുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അർത്ഥം ശ്രദ്ധിക്കുക. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, അവർ മുൻ ചെയ്തു വച്ചിട്ടുള്ളതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യവും തന്നെ ഒരു സ്പഷ്ടമായ മൂലരേഖയിൽ നാം കണക്കാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഒരേ സമയം ഈ ആയത്ത് നമുക്കുള്ള താക്കീതുമാണ്, അതേസമയം ഈ ആയത്ത് നമുക്ക് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്ക് നീങ്ങാം. പ്രധാനമായിട്ടും 3 തഫ്സീറുകളാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറാണ്. 2 അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറാണ്. 3 ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറാണ്. ഈ 3 തഫ്സീറുകളാണ് ഈ ആയത്തിനെ വിശദീകരിക്കാൻ നമ്മൾ അവലംബിക്കുന്നത്.
ആദ്യം ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ നാം ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറയുകയാണ്, മരിച്ചതിന് ശേഷം അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകുവാൻ വേണ്ടി അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. വനക്തുബു മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചത് നാം രേഖപ്പെടുത്തുന്നു. മിനൽ ഖൈരി വശരി, അഥവാ അവർ മുൻകൂട്ടി ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ, നന്മയും തിന്മയും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ നേരിട്ട് ചെയ്ത കർമ്മങ്ങളാണ്. വ ആസാറഹും, അവരുടെ ആസാറുകൾ, അവരുടെ അടയാളങ്ങൾ, പ്രവർത്തന ഫലങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആസാറുൽ ഖൈരി വ ആസാറു ഷർ, അവർ ചെയ്ത നന്മകളുടെയും അവർ ചെയ്ത തിന്മകളുടെയും അനന്തര ഫലങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന കാലത്താകട്ടെ മരിച്ചതിന് ശേഷമാകട്ടെ ഒരു നന്മ ഉണ്ടാകാനുള്ള കാരണം അവരായിരുന്നുവെങ്കിൽ, ഒരു തിന്മ നടക്കാനുള്ള കാരണം അവരായിരുന്നുവെങ്കിൽ അതാണ് അവരുടെ ആസാർ. ഇതൊക്കെ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഭാഗങ്ങളാണ്. നമ്മൾ കാരണം ഒരാൾ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അസറാണ്. നമ്മൾ കാരണം ഒരാൾ ഒരു തിന്മയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മളെ പിൻപറ്റിയിട്ട് ഒരാൾ ഒരു ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അസറാണ്. അതൊക്കെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത്. അള്ളാഹു നന്മകൾ ബാക്കിയാക്കുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല കുറച്ച് ഉദാഹരണങ്ങൾ ഈ ആസാറിന് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു, ആ പഠിപ്പിച്ചതനുസരിച്ചിട്ട് അയാൾ ആ കാര്യം ചെയ്തു, അതിൻ്റെ കൂലി നമുക്കാണ്. നമ്മളൊരു നന്മ കൽപ്പിച്ചു അല്ലെങ്കിൽ ഒരു തിന്മ വിലക്കി, നമ്മൾ കാരണം അയാൾ ആ നന്മ ചെയ്തു, നമ്മൾ കാരണം ആ തിന്മയിൽ നിന്ന് അയാൾ വിട്ടുനിന്നു, അത് നമ്മുടെ ആസാറുകളിൽ പെടുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു കച്ചവടക്കാരനുണ്ട്, അതിസമ്പന്നനാണ്. പക്ഷെ ദീനിൻ്റെ നിയമങ്ങളൊന്നും അറിയില്ല, സക്കാത്തിൻ്റെ ഗൗരവമൊന്നും അയാൾ പഠിച്ചിട്ടില്ല. നമ്മൾ പോയിട്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്നും സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ് പ്രശ്നമെന്നും ആ നിയമം നമ്മുടെ ദീനിൽ എത്ര വലുതാണ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അയാൾ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ആസാറുകളിൽ പെടുന്ന കാര്യമാണ്. കയ്യിൽ ഉറുക്കും മേലസൊക്കെ കെട്ടി നടക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. അയാളുടെ ഏലസ് വലിച്ചു പൊട്ടിച്ചിട്ട് നമ്മൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു 10 ആൾക്കാർ വന്നു, അവർ നബിക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ 10 ആൾക്കാരിൽ 9 ആൾക്കാരുടെ ബൈഅത്തും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്യും, ഷഹാദത്ത് പ്രഖ്യാപിക്കും. അപ്പോൾ 10 ആൾക്കാർ വന്നിട്ട് 9 ആൾക്കാരുടെ ബൈഅത്ത് നബി സ്വീകരിച്ചു, ഒരാളുടേത് സ്വീകരിച്ചില്ല. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, ബൈഅത തിസ്അതൻ വ തറക്ത ഹാദ, അള്ളാഹുവിൻ്റെ റസൂലെ 9 ആൾക്കാർക്ക് നിങ്ങൾ ബൈഅത്ത് കൊടുത്തല്ലോ, ഒരാളെന്താ നിങ്ങൾ ഒഴിവാക്കിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അലൈഹി തമീമ, അവന് ഏലസ് കെട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആര് ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ആ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഏലസും ഉറുക്കൊക്കെ കെട്ടി നടക്കുന്ന ഒരാൾക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തു. അവൻ നമ്മുടെ ആ ഉപദേശം കാരണം അവൻ ആ ഏലസ് കെട്ടൽ നിർത്തി, അത് നമ്മുടെ ആസാറുകളിൽപ്പെട്ടതാണ്. അതാണ് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറഞ്ഞത്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഈ ആസാറുകളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മളൊരു പള്ളി ഉണ്ടാക്കി, അത് ആ ആസാറിൽ പെട്ടതാണ്. അല്ലെങ്കിൽ വലിയൊരു ആലിമ് അയാളുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ആ ശിഷ്യന്മാരിലൂടെ ബാക്കിയായി, അത് അയാളുടെ ആസാറുകളിൽ പെട്ടതാണ്. ഇപ്പോൾ ഈ തഹസ്സുലൊക്കെ അങ്ങനെയുള്ള ആസാറുകളാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർക്ക് അള്ളാഹു കൂടുതൽ ശക്തിയും കരുത്തും ക്ഷമയും നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളുടെ പ്രാർത്ഥനയിൽ തഹസ്സുലും ഉണ്ടാകണം. ഈ സംരംഭം ആയിരങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള സംരംഭമാണ്. അത് നല്ല നിലയിൽ മുന്നോട്ട് പോകാനും നിലനിൽക്കുവാനും നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വകദാലിക അമലുശ്ശർ, അതുപോലെ തന്നെയാണ് തിന്മകളും, ആ തിന്മകൾക്കും ആസാറുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാരണമാണ് ഒരാൾ ഒരു തിന്മയിലെത്തിയത് എങ്കിൽ അയാൾ ചെയ്യുന്ന തിന്മയുടെ ദോഷം നമുക്ക് കൂടി ബാധകമാണ്. ഈ തിന്മകളുടെ ആസാറുകളെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരാളാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഖാബീൽ. ലോകത്ത് ആദ്യമായിട്ട് ഒരു കൊലപാതകം നടത്തിയ ആൾ
കാബീലാണല്ലോ. ഹാബീലിനോടുള്ള അസൂയ കാരണം. ആദ്യമായിട്ട് കൊലപാതകമെന്ന പണി ലോകത്ത് നടന്നത് കാബീലിൻ്റെ കൈകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് എവിടെ ഒരു അന്യായമായ കൊല നടക്കുകയാണെങ്കിലും അതിൻ്റെ കുറ്റം കാബീലിന് കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, അത് തിന്മയുടെ അസറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്തലു നഫ്സുൻ ദുൽമൻ ഇല്ലാ കാന അല ബിനി ആദമൽ അവ്വലി കിഫ്ലും മിൻ ദമിഹാ. ലോകത്ത് അന്യായമായിട്ട് ഒരു കൊലപാതകവും നടക്കുന്നില്ല, അതിൻ്റെ ശിക്ഷ, അതിൻ്റെ കുറ്റം ആദമിൻ്റെ ഒന്നാമത്തെ മകൻ കാബീലിന് കൂടി കിട്ടിയിട്ടല്ലാതെ. ലിഅന്നഹു കാന അവ്വല മൻ സന്നൽ ഖത്ൽ. കാരണം ആദ്യമായിട്ട് കൊലപാതകമെന്ന പണി ചെയ്ത ആള് ആദമിൻ്റെ മകൻ കാബീലാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 1677 ഹദീസാണ്. അപ്പോൾ തിന്മകളെയും നമ്മൾ ഭയക്കണം. നമുക്ക് മാത്രമല്ല ദോഷം, നമ്മൾ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് വേറൊരാൾ ആ തെറ്റ് ആവർത്തിച്ചാൽ നമ്മളെ മാതൃകയാക്കിയിട്ട് അവർ ആ തിന്മ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അതിൻ്റെ ദോഷം കൂടി നമുക്കുണ്ട്. അതും നമ്മുടെ ആസാറുകളിൽ പെടും എന്ന പേടിയും ഭയവും ബേജാറും നമുക്കുണ്ടാകണം. വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും എന്നിടത്ത് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, മിനൽ അഅമാലി വന്നിയാതി വഗൈരിഹാ. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, നമ്മൾ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് കൊതിച്ച കാര്യങ്ങളുടെ നിയ്യത്തുകൾ, അതൊക്കെ അതിൽപ്പെടും. അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ മൂലഗ്രന്ഥത്തിൽ അതൊക്കെ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നു, ഇവിടെ കിതാബ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം ഉമ്മുൽ കുത്തുബാൻ, അതിലേക്കാണ് എല്ലാ കിതാബുകളുടെയും മടക്കം. അത് മലക്കുകളുടെ കയ്യിലുള്ളതാണ്. വഹുവൽ ലൗഹുൽ മഹ്ഫൂദ്, അത് ലൗഹുൽ മഹ്ഫൂദാണ്. ഇമാമിൻ മുബീൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം അൽ ലൗഹുൽ മഹ്ഫൂദാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നു. വല്ലാഹു അലം. ഇനി ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അതിൽ വ ആസാറഹും എന്നിടത്ത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വഫീ ഖൗലിഹി വ ആസാറഹും ഖൗലാൻ, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തേത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നേരിട്ട് ചെയ്ത കർമ്മങ്ങളും അവരുടെ മരണത്തിന് ശേഷം അവർ ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലമായിട്ട് ഉണ്ടായ കാര്യങ്ങളും, അഥവാ നമ്മൾ നേരത്തെ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ അവിടെ നന്മയാണ് ചെയ്തതെങ്കിൽ അവർക്ക് ആ നന്മ കിട്ടും, തിന്മയാണെങ്കിൽ തിന്മയുണ്ടാകും. ഇൻ ഖൈറൻ ഫഖൈറുൻ വ ഇൻ ശർറൻ ഫശർറുൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അതിന് ചില ഹദീസുകളുടെ കൂടി പിൻബലം കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, ആരെങ്കിലും ഒരു പുതിയ നന്മക്ക് തുടക്കം കുറിച്ചു. പുതിയ നന്മക്ക് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്ത പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് തുടക്കം കുറിക്കുക എന്നതല്ല അവിടെ ഉദ്ദേശം. മറിച്ച് ദീനിലുള്ള കാര്യം തന്നെയാണ്, അവരത് ചെയ്ത് മാതൃക കാണിച്ചു കൊടുത്തു. കാരണം ഈ ഹദീസ് നബി പറയാനുള്ള സന്ദർഭം തന്നെ മുതിർകാരായ ഒരു ടീം വന്നു. അവർ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. അവരെ സഹായിക്കാൻ നബി ആഹ്വാനം ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് വിഹിതം കൊണ്ടുവന്ന സഹാബി, ആ സഹാബിയെ കണ്ടപ്പോഴാണ് നബി ഇത് പറഞ്ഞത്. അപ്പോൾ ഏതായാലും കാന ലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി. അപ്പോൾ ആദ്യമായിട്ട് ആ നന്മ ചെയ്ത ആൾ, അയാളെ കണ്ടിട്ട് അയാളെ ഫോളോ ചെയ്തിട്ട് ആ നന്മ തുടർന്ന ആളുകൾ, ആ പിന്നാലെ വന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന കൂലി ഈ ആദ്യം ചെയ്ത ആൾക്ക് കൂടി കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, അവരുടെ കൂലിയിൽ നിന്നൊന്നും കുറവ് വരാത്ത നിലക്ക് തന്നെ ഈ ആദ്യം ചെയ്ത ആൾക്ക് കൂലി കിട്ടും. വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു മോശമായ പണിക്ക് ഒരാൾ മാതൃക കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കാന അലൈഹി വിസ്റുഹ, അയാൾക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ട്, അയാൾ ചെയ്ത പണിൻ്റെ ശിക്ഷയുണ്ട്. വവിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി, അയാളെ കണ്ടിട്ട് അയാളെ ഫോളോ ചെയ്തിട്ട് ആ തെറ്റ് ആരൊക്കെ ചെയ്യുന്നുണ്ടോ ഓർക്കൊക്കെ കിട്ടുന്ന ശിക്ഷ ഇയാൾക്കും കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈഅ, അവരുടെ ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഒട്ടും കുറവ് വരാതെ ഇയാൾക്കും അത് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആ ആസാർ എന്നതിൽ പെടുന്ന സംഗതികളാണ്.
വേറൊരു ഹദീസ് കൂടി ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഉദ്ധരിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, അല്ലെ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. മിൻ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് ബാക്കിയാകും. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു ഔ സദഖത്തിൻ ജാരിയത്തിൻ മിൻ ബഅദിഹി, പ്രാർത്ഥിക്കുന്ന മകൾ സാലിഹായ മക്കളുണ്ട് എങ്കിൽ അത് ബാക്കിയാകും. സ്വതക്ക ജാരിയ ബാക്കിയാകും. അപ്പോൾ ഇതൊക്കെ ആസാറഹും എന്ന ഗണത്തിൽപ്പെടുന്ന സംഗതികളാണ്. അങ്ങനത്തെ നല്ല നല്ല അസറുകൾ ബാക്കിയാക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ആസാറഹും എന്നതുകൊണ്ടുള്ള ഒന്നാമത്തെ അഭിപ്രായം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ ചെയ്ത നന്മകളും തിന്മകളും പിന്നെ മരിച്ചതിന് ശേഷവും ആ നന്മയുടെയും തിന്മയുടെയും ബാക്കിയായിട്ട് വരുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ, അതാണ് ആസാറഹും എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ്. ഇതാണ് ഇമാം ബഗവി റഹിമഹുല്ലാഹു തആലക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായമെന്നും ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു. ഇനി രണ്ടാമത്തൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാനും അവർ നടന്നു പോയത് അവരുടെ കാലടിപ്പാടുകൾ. ഈ കാലടിപ്പാടുകൾക്കും അറബിയിൽ എന്ത് പറയലുണ്ട്? അസറുൻ എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ അവിടെ നമ്മുടെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ കാലടയാളങ്ങൾക്കും എന്തു പറയും? അറബിയിൽ അസറുൻ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും നടന്നു പോയ ആ കാലടയാളങ്ങളാണ് ആസാർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ്. ഇമാം മുജാഹിദ്, ഇമാം അൽ ഹസൻ അൽ ബസ്രി, ഖതാദ ഇവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ്. ആ വിഷയത്തിൽ ഹദീസുകളും വന്നിട്ടുണ്ട്, ഹദീസുകളുടെ പിൻബലവും അവർക്കുണ്ട്. അപ്പം അതിനൊരു ഉദാഹരണമാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ്. മദീന പള്ളിക്കരികിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ബനൂ സലമക്കാർ ആ പള്ളിക്കരികിലേക്ക് താമസം മാറാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിക്കരികിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞു, അത് ശരിയാണോ? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബനി സലമ ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് ആസാർ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് പള്ളിയിലേക്ക് വരുന്നത്, അപ്പോൾ കുറച്ചധികം നിങ്ങൾക്ക് നടക്കാനുണ്ട്. അപ്പോൾ ആ നടക്കുന്ന കാലടയാളങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അസറുകളാണ്. ആ അസറുകൾക്ക് കൂലിയുണ്ട്, അത് രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏതായാലും ഈ 2 അഭിപ്രായങ്ങളും പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഈ 2 അഭിപ്രായങ്ങളും പരസ്പരം എതിരാകുന്നില്ല, 2 അഭിപ്രായങ്ങൾക്കും ഇടയിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്ന കൺക്ലൂഷൻ ഇതാണ്: ഒരാളിങ്ങനെ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനൊക്കെ നടന്ന കാലടയാളങ്ങൾ രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഫോളോ ചെയ്തിട്ട് അയാളെ പിൻപറ്റിയിട്ട് ആളുകൾ ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും ഒക്കെ കാര്യങ്ങളും അയാളുടെ ആസാറുകളിൽ പെടുമെന്നതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല കൂടി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് വിവരിക്കാം. ഈ ആയത്തിന്, ഈ 12ാമത്തെ ആയത്തിന് മുൻകഴിഞ്ഞ ആയത്തുകളുമായിട്ടൊരു കണക്ഷനുണ്ട്. എന്താണ് ആ കണക്ഷൻ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, 2 തരത്തിലുള്ള കണക്ഷനാണ്, ബന്ധങ്ങളാണ് ഈ ആയത്തിന് മുൻകഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ആയത്തുകളുമായിട്ട് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ 2 തരം മനുഷ്യന്മാരെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ 2 തരത്തിൽ സ്വീകരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, എന്ത് തെളിവ് കൊണ്ടുവന്നാലും അതൊന്നും സ്വീകരിക്കാൻ കൂട്ടാക്കാതെ ധിക്കാരം കാണിച്ച് മുഖം തിരിച്ചു കളയുന്ന ഒരു ടീം. രണ്ടാമത്തൊരു ടീം അള്ളാഹുവിനെ, റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ നിലക്ക് പേടിക്കുകയും ഉത്ബോധനത്തെ പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ 2 ടീമുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് അള്ളാഹു എന്തു പറയുന്നത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിന് മുൻകഴിഞ്ഞ ആയത്തുകളുമായിട്ടുള്ള കണക്ഷൻ എന്താന്ന് വെച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച ആൾക്കാരായാലും വിശ്വസിച്ച ആൾക്കാരായാലും, ഇനി അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തോടും ഉപദേശത്തോടൊക്കെ മുഖം തിരിച്ചു നിന്ന ധിക്കാരികളാണ് എങ്കിലും അവരെ 2 കൂട്ടരെയും അള്ളാഹു മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും. അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടും. ഇത് അള്ളാഹു വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അപ്പോൾ ഇത്
ഈമാനുള്ള ആൾക്കാർക്കുള്ള സന്തോഷ വാർത്തയാണ്, ധിക്കാരികൾക്ക്, കാഫിറുകൾക്ക്, നിഷേധികൾക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. അതാണ് ഒരു കണക്ഷൻ. രണ്ടാമത്തൊരു കണക്ഷൻ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, അവിശ്വാസികളുടെ, കുഫാറുകളുടെ മനസ്സ് മരവിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ആ അവസ്ഥയെ മരണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൗതികമായിട്ട് മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ അവിശ്വാസം കൊണ്ട്, കുഫ്ർ കൊണ്ട് തകർന്നു പോയ ആൾക്കാരെ, ഹൃദയങ്ങൾ മരവിച്ചു പോയവരെ വിശ്വാസം കൊണ്ട്, ഈമാൻ കൊണ്ട് ജീവിപ്പിക്കാനും അള്ളാഹുവിന് പറ്റും. അതാണ് രണ്ടാമത്തൊരു കണക്ഷൻ. ഇനി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും എന്ന് അള്ളാഹു പറഞ്ഞല്ലോ, നാം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ആണോ രേഖപ്പെടുത്തുന്നത്, അതല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകളാണോ രേഖപ്പെടുത്തുന്നത്? ഉത്തരം അൽ മലായികത്തു ബി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതിന് തെളിവ് എന്താണ്? സൂറത്തുൽ ഇൻഫിത്താറിലെ 9 മുതൽ 12 വരെയുള്ള ആയത്തുകൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല എടുത്തു കൊടുക്കുന്നു. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ വ ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അപ്പോൾ അവിടെ എഴുതുന്ന ആൾക്കാർ മലക്കുകളാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ വനക്തുബു, നാം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞതോ, അങ്ങനത്തെ ഒരു ശൈലി അറബി ഭാഷയിലുണ്ട്. ആ ശൈലി അറബി ഭാഷയിൽ ധാരാളമായിട്ട് കാണാമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്. അഥവാ ആരാണോ ആ പണി ചെയ്യാൻ കൽപ്പിച്ചത്, എഴുതാൻ ആരാണോ കൽപ്പിച്ചത്, അവരിലേക്ക് ആ എഴുത്തിനെ ചേർത്തി പറയുക. ഇപ്പം ഏതുപോലെ ഒരു നേതാവ് അയാളുടെ അനുയായിയെ കൊണ്ട് ഒരു കത്ത് എഴുതിപ്പിക്കുകയാണ്. കത്ത് എഴുതാൻ പറഞ്ഞ ആൾ നേതാവാണ്. ആ കത്ത് ആ നേതാവിൻ്റെ പേരിലേക്ക് ചേർത്തി പറയും, അയാളാണ് അത് എഴുതാൻ പറഞ്ഞത്. എന്നാൽ എഴുതിയ ആൾ അനുയായി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രയോഗം അറബി ഭാഷയിലുണ്ട്. ആ നിലക്കുള്ള പ്രയോഗമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആൾക്കാർ മലക്കുകളാണ്, അള്ളാഹുവാണ് അവരെ എഴുതാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ നോട്ട് ചെയ്യേണ്ട, ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്, എന്ത് ചെയ്താലും അതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്, ഒന്നും ഒഴിവാകുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രബോധനവുമായിട്ട് ഫിർഔൻ്റെ അടുക്കൽ വന്നപ്പോൾ ഫിർഔന് പറയുന്നില്ലേ, ഖാല ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ ആരാണ് നിന്റെയും ഹാറൂൻ്റെയും റബ്ബ്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എത്ര മനോഹരമാണ് മൂസാ നബിയുടെ മറുപടി. എല്ലാവർക്കും, എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായതൊക്കെ കൊടുത്ത് അവർക്ക് വഴി കാണിച്ചു കൊടുത്തവനാണ് എൻ്റെ റബ്ബ്. അപ്പോൾ ഉടനെ ഫിർഔൻ്റെ അടുത്ത ചോദ്യമാണ്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അങ്ങനെയാണെങ്കിൽ മുൻകഴിഞ്ഞ ജനതയുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പോൾ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് ഫിർഔനിന്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അവരെ പറ്റിയിട്ടൊക്കെ ഉള്ള കൃത്യമായ വ്യക്തമായ അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ കിതാബിലുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ. എൻ്റെ റബ്ബ് ഒന്നും മറക്കുകയില്ല, അവൻക്ക് പിഴക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അഹ്സൈനാഹു എന്ന പദത്തെ പറ്റിയിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്. അൽ ഇഹ്സാ എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തുക, എണ്ണിക്കണക്കാക്കുക എന്നതാണ് അർത്ഥം. അത് വന്നിട്ടുള്ളത് അൽ ഹസ എന്ന പദത്തിൽ നിന്നാണ്. ഈ ചരൽക്കല്ലുകൾക്കാണ് ഹസ എന്ന് പറയുക. അതിൽ നിന്നാണ് ഇഹ്സാ വന്നിട്ടുള്ളത്. കാരണം ഈ അറബികൾ എഴുത്തും വായനയും അറിയാത്ത ടീമായിരുന്നല്ലോ, നിരക്ഷരരായിരുന്നു. അപ്പോൾ അവർക്ക് എണ്ണണമെങ്കിൽ ഈ ചരൽക്കല്ലുകൾ വേണം, അല്ലെങ്കിൽ അതുപോലുള്ളത് വേണം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, എണ്ണം പിടിച്ചിരുന്നത്. അതുപോലെ തന്നെ അളവ് നോക്കിയിരുന്നത് കുന്തം കൊണ്ടും അതുപോലുള്ള സംഗതികൾ കൊണ്ടൊക്കെയാണ്. അതല്ലാതെ അവർക്ക് എഴുത്തും വായനയും അറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എണ്ണി കണക്കാക്കണമെങ്കിൽ അവർ കുറച്ച് ചരൽക്കല്ലുകൾ എടുക്കും, അങ്ങനെ അവരത് എണ്ണി കണക്കാക്കും. അതായിരുന്നു അവരുടെ രീതി. ആ ഒരു പ്രയോഗമാണ് ഇവിടെ വന്നിട്ടുള്ളത്, അഹ്സൈനാഹു. അതുപോലെ തന്നെ ഇമാം എന്ന പദം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, അൽ ഇമാം എന്ന പദം ഒരുപാട് അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കാറുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ മടങ്ങുന്ന ഒരു പോയിന്റ് ഇതാണ്, അന്നഹു മർജി. അത് ഒരു കേന്ദ്രമാണ്, മടക്കസ്ഥാനമാണ്. ആ ഇമാം എന്നത് ഒരു അവലംബിക്കാവുന്ന ഒരു ഇടമാണ്. ഇപ്പം ഏതുപോലെ ഇമാമുസ്സലാത്ത്, ഇമാം എന്നാണല്ലോ പറയുന്നത്. ആ ഇമാമ്, നിസ്കാരത്തിലെ ഇമാമ്, ആ ഇമാമിനെ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യുന്നു, പിൻപറ്റുന്നു. ആ ഇമാമാണ് അവലംബം. വ ഇമാമുൽ ഹുക്കും, അതുപോലെ തന്നെ ഹുക്കുമ് പറയുന്ന, വിധി പറയുന്ന ഇമാമ്, അദ്ദേഹം മർജി ആണ്, അദ്ദേഹമാണ് അവസാനത്തെ
ഒരു പോയിന്റ്, അദ്ദേഹം എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യമാണ് അവലംബിക്കുന്നത്, എടുക്കുന്നത്. ജനങ്ങൾ അദ്ദേഹത്തിലേക്കാണ് മടങ്ങുന്നത്. അതുപോലെ തന്നെ വൽ കിതാബു ഇമാമുൻ, ഗ്രന്ഥമെന്നതും ഒരു ഇമാമാണ്. അതിലേക്ക് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ മടങ്ങുന്നു, അവലംബിക്കുന്നു, ആ ഗ്രന്ഥത്തെ അവലംബിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല കിതാബ് അവലംബമാണ് എന്നതിന് തെളിവ് എടുത്തു കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 13-14 ആയത്തുകളാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻഷൂറ, ഖിയാമത്ത് നാളിൽ മനുഷ്യർക്ക് അവരുടെ കർമ്മങ്ങളുടെ രേഖ കിതാബ് നൽകപ്പെടും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, ആ ഗ്രന്ഥം നീ വായിച്ചു നോക്ക്, നിനക്ക് വിലയിരുത്താൻ അത് തന്നെ മതിയാകും എന്ന് അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫി ഇമാമിൻ എന്ന് പറഞ്ഞാൽ ഫി കിതാബിൻ എന്നതാണ് ഉദ്ദേശം. ഇനി ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫവായിദുകൾ, നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു തരുന്നു. ഒന്നാമത്തെ കാര്യം, മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കഴിവാണ്. അത് നമുക്ക് ബോധ്യപ്പെടുന്ന കോലത്തിൽ തന്നെ ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ തെളിവ് സഹിതം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം കൂടിയാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത എന്ന് പറയുമ്പോൾ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന കാര്യം അള്ളാഹു ഉറപ്പിച്ച് പറയുകയാണ്. രണ്ടാമത്തൊരു മെസ്സേജ് ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്നത്, അള്ളാഹുവിനെ പേടിക്കാതെ ഉത്ബോധനങ്ങൾ പിൻപറ്റാത്ത ആളുകൾ, അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. അള്ളാഹുവിനെ പേടിക്കുന്നവരാക്കാനും അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ പിൻപറ്റുന്നവരാക്കാനും കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. കാരണം ജനങ്ങളെ 2 തരക്കാരാക്കി പറഞ്ഞതിന് ശേഷം നബിയുടെ ഉത്ബോധനത്തെ സ്വീകരിക്കുന്നവരും തള്ളിക്കളയുന്നവരും, ഇങ്ങനെ 2 തരക്കാരുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരെ ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതാ മരവിച്ച മനസ്സിനെ ജീവിപ്പിക്കുക എന്ന ഒരു സംഗതി കൂടി അവിടെ ഉണ്ട്. കാരണം ഭൗതികമായിട്ട് മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ മനസ്സ് മരവിച്ച ആൾക്കാരെ ജീവിപ്പിക്കുവാനും അവരുടെ മനസ്സിന് ഈമാനിൻ്റെ ജീവൻ നൽകാനും അള്ളാഹുവിന് പറ്റും. മൂന്നാമത്തൊരു മെസ്സേജ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത്, എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്, ഒന്നുകിൽ അവൻക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവൻക്ക് എതിരായിട്ട്. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, ആ ആസാർ എന്നതിൽ നന്മയും പെടും തിന്മയും പെടും. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജാണ്, ചെറുതും വലുതും, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞത് വനക്തുബു മാ ഖദ്ദമു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മാ എന്നുള്ളത് ഇസ്മു മൗസൂലാൻ. ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഹർഫാണ് ആ മാ എന്ന ഹർഫ്. ഈ ആശയത്തിൽ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. വയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്താണ്. അപ്പം എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, ചെറുതും വലുതും. ഈ ആയത്ത് തന്നെ നമ്മൾ പഠിച്ച സൂറത്തു യാസീനിൽ തന്നെ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. വകുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, ചെറുതും വലുതും കുറച്ചും കൂടുതലൊക്കെ ആ രേഖയിലുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അടുത്ത ഫായിദ, മരണത്തോടു കൂടി കർമ്മങ്ങൾ മുറിഞ്ഞു പോകുന്നില്ല. വ ആസാറഹും, മരിച്ചതിന് ശേഷവും നമ്മൾ ചെയ്ത തിന്മയുടെയും നന്മയുടെയും അനന്തരഫലങ്ങൾ, ബാക്കി പത്രങ്ങൾ ഉണ്ടാകും. അള്ളാഹു നന്മകൾ ബാക്കിയാക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ഇൽമ്, സ്വതക്ക ജാരിയ, വലതുൻ സാലിഹ്, ഇതൊക്കെ ബാക്കിയാണ്. നമ്മൾ ഒരു നന്മ ചെയ്തിട്ട് ആ നന്മ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അതൊക്കെ ആസാറുകളുടെ ഗണത്തിൽ പെടും. വിശദമായിട്ട് നമ്മൾ തഫ്സീർ പറഞ്ഞ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫായിദ കൂടി പറയുകയാണ്, അള്ളാഹു എഴുതി വച്ച കാര്യങ്ങൾ വ്യക്തമായിരിക്കും, അതിൽ അവ്യക്തത ഉണ്ടാവുകയില്ല. ഫി ഇമാമി മുബീൻ, വ്യക്തമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം വായിച്ചാൽ എല്ലാം ക്ലിയർ ആകും. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, അതിൽ അവ്യക്തതകൾ ഉണ്ടാവുകയില്ല. അത് മുബീനാണ്, വ്യക്തമായതാണ്, കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരായത്താണിത്. അതുപോലെ തന്നെ ശക്തമായ താക്കീതും മുന്നറിയിപ്പും അള്ളാഹുവിൻ്റെ ഈ വചനം നമുക്ക് തരുന്നുണ്ട്.
ആ ആയത്തിൻ്റെ തേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. السلام عليكم ورحمة الله وبركاته.